ഹലോ എവരിവൺ, നിങ്ങൾ കാത്തിരിക്കുന്ന കീമിന്റെ റാങ്ക് ലിസ്റ്റ് ഉടനെ വരും, എൻട്രൻസ് റാങ്ക് ലിസ്റ്റ്. അതിനുശേഷം നിങ്ങൾക്ക് അലോട്ട്മെന്റ് പ്രോസസ്സിലേക്ക് പോകണമെങ്കിൽ അഡ്മിഷൻ കിട്ടുള്ളൂ, എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതിനകത്ത് സസ്പെൻസ് ആയിട്ട് ഒളിഞ്ഞിരിക്കുന്ന, മുന്നോട്ട് വരാനിരിക്കുന്ന ഒരു ഭാഗമാണ് അലോട്ട്മെന്റ് പ്രോസസ്സ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. നിങ്ങൾക്കൊരു ഐഡിയ ഉള്ളത് എല്ലായ്പ്പോഴും നല്ലതാണ്. നിങ്ങൾ എൻട്രൻസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി പ്രിപ്പയർ ചെയ്തതുപോലെ തന്നെ വരാൻ പോകുന്ന നിങ്ങളുടെ ഓപ്ഷൻ എൻട്രി അതെങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാനൊരു സൂചന, ഒരു ഇൻഡിക്കേഷൻ മുൻ വർഷത്തെ ഒരു വീഡിയോ വെച്ചിട്ട് നമുക്ക് തരാവുന്നതാണ്. അത് നിങ്ങളത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, എങ്ങനെ തയ്യാറെടുത്തിരിക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിന്മേലാണ് അത്തരം ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. കാരണം ലാസ്റ്റ് മിനിറ്റിൽ ചില കാര്യങ്ങളിൽ ഒരുപാട് സംശയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നേരത്തെ നമ്മളത് ദൂരീകരിച്ച് സംശയങ്ങളില്ലാതെ അത് ക്ലിയർ ആയിട്ട് ഈസായിട്ട് അത് ചെയ്തു പോകാൻ എളുപ്പമുണ്ട്. ഇല്ലെങ്കിൽ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ വരും. പിന്നീട് കയറുമ്പോഴത്തേക്കും ചിലപ്പോൾ സൈറ്റ് ഈ പറഞ്ഞ പോലെ ഒരുപാട് സൈറ്റ് ട്രാഫിക് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആക്സസ് കിട്ടാതെയും ലാസ്റ്റ് മിനിറ്റിൽ ഒരുപാട് പാനിക് ആവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊന്നും വേണ്ട, നമുക്ക് നേരത്തെ ഒന്ന് കണ്ടുകളയാം എങ്ങനെയാണ് ഈ പറഞ്ഞ അലോട്ട്മെന്റ് എൻട്രി ഒക്കെ മുൻ വർഷങ്ങളിൽ ചെയ്തൊന്ന് കണ്ടുകളയാം. ഓക്കെ, അത് വളരെയധികം നിങ്ങളുടെ പ്രോസസ്സിനെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് എങ്ങനെ ചെയ്യുന്നു ഒരു നോക്ക് ഒന്ന് കണ്ടുപോകാം. ഓക്കെ, സോ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇത്തവണ ഇന്റർഫേസ് വെബ്സൈറ്റ് എന്ന് പറയുന്നത് സെയിം ആണ്. ഇന്റർഫേസിൽ എന്തെങ്കിലും ഇതുവരെ വ്യത്യാസങ്ങളൊന്നും നമുക്ക് അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. എനിവേ നമുക്ക് നോക്കാം. ce.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് പോവുകയാണ്. നോക്കി, ഇത് ലാസ്റ്റ് ഇയേഴ്സ് വീഡിയോ ആണ്. അങ്ങോട്ട് പോകുന്നു, CE കേരള ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ഇത്തവണ ഇതുപോലൊക്കെ തന്നെയാണ് ഇന്റർഫേസ്. അവിടെ നമ്മൾ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടലാണ് കഴിഞ്ഞ വർഷം ക്ലിക്ക് ചെയ്ത്. ഇത്തവണ അത് 2025 ആയിരിക്കും ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തോട്ട് ചെല്ലുമ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, ആക്സസ് കോഡ്, ഇത്രയും. അപ്പോൾ ഇത് രണ്ടും എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണ് ഫോണിൽ OTP മെസ്സേജ് കിട്ടും. ആ OTP നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ട് വരും. വൺസ് ആ OTP കൂടെ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുക്കണമെങ്കിൽ നമുക്ക് OTP, ഫോണിൽ വരുന്ന OTP അവിടെ എൻ്റർ ചെയ്യണം. രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലായിരിക്കും വരിക, അത് ശ്രദ്ധിക്കുക. ഇനി വൺസ് ആ എമൗണ്ട് ഒക്കെ അടച്ചു, 2000 രൂപ അവർ ചോദിക്കുന്നുണ്ട്. 2000 രൂപ ചോദിക്കാൻ കാര്യം ഈ കാൻഡിഡേറ്റ് ഒരു ജനറൽ കാറ്റഗറി കാൻഡിഡേറ്റ് ആണ്. അതല്ലാതെ റിസർവേഷൻ SC ST ഒക്കെ ആണെങ്കിൽ 2000 സ്ഥാനത്ത് 500 rupees ആണ്. ഈ എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തരികയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫീസ്, ട്യൂഷൻ ഫീക്കകത്ത് ഇത് പകരം അവിടെ അത് അങ്ങോട്ടേ വരവ് വെക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു എക്സ്ട്രാ എമൗണ്ട് ആയിട്ട് വരുന്നില്ല. നിങ്ങൾക്ക് യാതൊരു അലോട്ട്മെന്റും ഏതെങ്കിലും ഒരു സ്റ്റേജിലും കിട്ടാതെ വന്നില്ലെങ്കിൽ മാത്രമാണ് ആ എമൗണ്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് റീഫണ്ട് വരിക, അല്ലെങ്കിൽ അത് ഫീസായിട്ടായിരിക്കും അവർ അത് പരിഗണിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ പൈസ നഷ്ടം വരുന്നില്ലെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇൻ കേസ് ഈ അലോട്ട്മെന്റ് പ്രോസസ്സ് പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് ഒരു സീറ്റ് തന്നിട്ട് ആ സീറ്റ് നിങ്ങൾ പോയില്ലെങ്കിൽ മാത്രം അത് പെനാൽറ്റി ആയിട്ട് ആ എമൗണ്ട് എൻട്രൻസ് കമ്മീഷൻ അങ്ങ് പിടിച്ചുകൊണ്ട് പോകും. ഓക്കെ, അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒരു അലോട്ട്മെന്റ് തന്നു, ആ അലോട്ട്മെന്റിലേക്ക് നിങ്ങൾ പോയാൽ, നിങ്ങൾക്ക് തരുന്ന സീറ്റിലേക്ക് നിങ്ങൾ പോയാൽ ഈ 2000 രൂപ എന്ന് പറയുന്നത് റീഫണ്ട് ആവും, റീഇംബേഴ്സ് ആവും, ഏതർ ഡയറക്ട്ലി ഓർ ത്രൂ ദ എന്താണ് ഡെബിറ്റിംഗ് ഓഫ് ദി ഫീസ്. ആ ഫീസിന്റെ ഉള്ളിൽ അത് ഇൻക്ലൂഡ് ആയിക്കോളും. ഓക്കെ, എനിവേ മുന്നോട്ട് പോകാൻ നോക്കിയേ. നിങ്ങൾ പേയ്മെന്റ് നടത്തുന്നത് ഈ 4 മോഡിലൂടെ ഉണ്ട്. നെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഈ ചലന മിക്കവാറും ഈ വർഷവും ഇതൊക്കെ തന്നെ ആയിരിക്കും. ഇതിലേതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്ത് മുന്നോട്ട് പോവുക. മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പേയ്മെന്റ് വരും. അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ ഇവിടുന്ന് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഞങ്ങൾ ഇവിടെ ഒരു എമൗണ്ട് കൊടുത്തതാണ്ടേ 1 ടൈം പാസ്വേഡ് ഒക്കെ എൻ്റർ ചെയ്തിട്ട് ഞങ്ങൾ പേയ്മെന്റ് നടത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്ക് വരും. ഇതാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇത് ആക്ച്വൽ നമ്മുടെ ഓപ്ഷൻ എൻട്രിയുടെ പേജിലേക്ക് നമ്മൾ എത്തി. പൈസ അടച്ചു, അതിനുശേഷം ഓപ്ഷൻ എൻട്രിയുടെ പേജിലേക്ക് നമ്മൾ എത്തി. ഓക്കെ, അപ്പം മോർ ഓർ ലെസ് ഇതേ ഇന്റർഫേസ് വരാനാണ് സാധ്യത. അപ്പോൾ ഒരു മുന്നൊരുക്കം ഉണ്ടായിരിക്കുക. ഈവൻ ദോ ഇന്റർഫേസ് സ്ലൈറ്റ്ലി ചേഞ്ച് ചെയ്താലും ബേസിക് ഐഡിയ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തായാലും ഒരു സൈഡിൽ എൻട്രൻസ് കമ്മീഷണർ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള എല്ലാ അഡ്മിഷൻ കോളേജുകളും കോഴ്സുകളും എല്ലാം ഇവിടെ നിരത്തി ഇട്ടിട്ടുണ്ടാവും. അത് അദ്ദേഹത്തിന്റെ ബക്കറ്റാണ്. അദ്ദേഹത്തിന്റെ ബക്കറ്റിൽ അദ്ദേഹത്തിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പിനകത്ത് ഗവൺമെന്റ് ഉണ്ട്, ഗവൺമെന്റ് കൺട്രോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെമി ഗവൺമെന്റ് നമ്മൾ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് IHRD ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ, KEPന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസും മോഡേൺ എഞ്ചിനീയറിംഗ് കോളേജ് പോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഗവൺമെന്റ് കൺട്രോൾഡിനകത്ത് വരും. പിന്നീട് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സും വരും. അപ്പോൾ അതൊക്കെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പിനകത്ത് പലതുണ്ട്. അതുപോലെ കോഴ്സസ് നിങ്ങൾക്കറിയാം, 52 കോഴ്സസ് നമുക്ക് നമ്മുടെ അലോട്ട്മെന്റ് പ്രോസസ്സിൽ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതിനകത്ത് അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ, മെക്കാനിക്കൽ എന്നൊക്കെ പറഞ്ഞ് 52 നമ്പർ ഓഫ് കോഴ്സസ് ഉണ്ട്. അതിവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആസ് എ കാൻഡിഡേറ്റ് നിങ്ങൾക്ക് വേണ്ടത് കമ്പ്യൂട്ടർ സയൻസ് മാത്രമാണെങ്കിൽ നിങ്ങൾ ഈ കോഴ്സിനകത്ത് എടുത്തിട്ട് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് മാത്രം ചൂസ് ചെയ്യണം. ഇൻ കേസ് നിങ്ങൾക്ക് വേണ്ട മെക്കാനിക്കൽ മാത്രമാണെങ്കിൽ കോഴ്സ് എടുത്തിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മാത്രം ചൂസ് ചെയ്യണം. അതിനകത്ത് തന്നെ അലൈഡ് ബ്രാഞ്ചസ് ഉണ്ടാവും.
കമ്പ്യൂട്ടർ സയൻസിന് തന്നെ വീണ്ടും കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് എ, കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് DS, കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് സൈബർ സെക്യൂരിറ്റി, കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് ബിസിനസ് മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് പല ഒരുപാട് ഓപ്ഷൻസ് വീണ്ടും വരാം. അപ്പോൾ അതിനെയൊക്കെ പറ്റി വിശദമായിട്ട് നമ്മുടെ ചാനലിലെ യൂട്യൂബിലുള്ള വീഡിയോസ് വഴി നിങ്ങൾക്ക് സുപരിചിതമായി കാണും കോഴ്സസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. ആ ഡിഫറൻസസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഉചിതമായ കോഴ്സ് അവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ കോഴ്സുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇവിടെ വരും. ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരുന്ന ഡൊമൈൻ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത് ഗവൺമെന്റ് കൺട്രോൾഡ് ആൻഡ് പ്രൈവറ്റ് ഇത്. അപ്പോൾ അതിലേതെങ്കിലും ചൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എഗെയിൻ നിങ്ങളുടെ കോട്ട ഏത് സീറ്റിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത്. ഈ സീറ്റ് തന്നെ പലതുണ്ട്. അത് മെറിറ്റ് സീറ്റ്, ലോവർ ഫീസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ലാസ്റ്റ് ലൈവ് നമ്മുടെ എംസിഗ്മയുടെ കീം നാവിഗേറ്റർ ലൈവ് വീഡിയോയിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ഡേ എടുത്ത ഒരു ലൈവ് ഉണ്ടായിരുന്നു. ആ ലൈവ് വീഡിയോയ്ക്കകത്ത് വിശദമായിട്ട് കോട്ട സീറ്റ്സ് ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അതായത് മെറിറ്റ് ലോവർ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് കോളേജിലെ 8650 രൂപ ഫീസ് വരുന്ന പെർ ആനം ട്യൂഷൻ ഫീസ് വരുന്ന മെറിറ്റ് സീറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകൾ, TKM പോലത്തെ അല്ലെങ്കിൽ മോഡൽ എഞ്ചിനീയറിംഗ് പോലത്തെ കോളേജുകളിലെയൊക്കെ ഏറ്റവും ലോവസ്റ്റ് ഫീസ് പോസിബിൾ അതെന്ന് പറയുന്നത് കമ്പയർഡ് ടു CET അല്ലെങ്കിൽ മറ്റ് തൃശ്ശൂർ, കണ്ണൂർ പോലത്തെ പക്ക ഗവൺമെന്റ് കോളേജസിൽ 8650 അല്ല മോഡലിലെ ഫീസ്, അല്ലെങ്കിൽ SCT എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ഫീസ്. അവിടെ ഫീസ് കൂടുതലായിരിക്കും. അപ്പോൾ അതിനെക്കാട്ടിലും പല ഇരട്ടി കൂടുതൽ ഫീസ് ഉണ്ടായിരിക്കും ഈ പറഞ്ഞ പോലെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലും SCT പോലത്തെ കോളേജുകൾ. അപ്പോൾ ആ ഫീസ് സ്ട്രക്ചർ നിങ്ങൾ പരിശോധിക്കണം. പക്ഷേ എനിവേ അതാത് കോളേജുകളിൽ ഏറ്റവും ലോവസ്റ്റ് ഫീസ് ആയിരിക്കും ഇതിനകത്തെ മെറിറ്റ് ലോവർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ മെറിറ്റ് ലോവർ കൂടാതെ മെറിറ്റ് ഹയർ ഉണ്ട്. അതായത് ഇപ്പൊ IHRD ചെങ്ങന്നൂർ എന്ന് പറഞ്ഞ കോളേജ്, അതേ കോളേജിൽ തന്നെ മെറിറ്റിന്റെ തന്നെ ലോവർ ഫീസ് ഉണ്ട്, മെറിറ്റിന്റെ ഹയർ ഫീസ് ഉണ്ട്. നിങ്ങൾക്ക് രണ്ടും അപ്ലൈ ചെയ്യാം. പക്ഷേ നല്ല റാങ്ക് ഉള്ളവർക്കാണ്, ടോപ്പ് റാങ്കിലുള്ളവർക്ക് ആദ്യമേ എന്താണ് ഈ ലോവർ ഫീസ് ചോദിക്കുമ്പോൾ ആ സീറ്റ് കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റാങ്ക് അല്പം താഴെയാണെങ്കിൽ ഈ മെറിറ്റിന്റെ തന്നെ എന്താണ് ലോവർ ഫീസിന്റെ സീറ്റ് നല്ല ഹയർ റാങ്കിൽ നേരത്തെ തീർന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേ സീറ്റ് അതേ ക്ലാസ്സിൽ തന്നെ പഠിക്കാം. പക്ഷേ എന്താണ് അല്പം കൂടെ ഫീസ് അവിടെ കൊടുക്കേണ്ടി വരും. ഹയർ ഫീസ് സെയിം സീറ്റിൽ കിട്ടും. അപ്പം ഈ 2 സീറ്റുള്ള കോളേജസ് ആണ് IHRDയുടെ മിക്ക കോളേജസും. മനസ്സിലാവും, ഈ ഗവൺമെന്റ് കൺട്രോൾഡ് കോളേജസ്. അപ്പം ഈവൻ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലും അത്തരം സീറ്റുകളുണ്ട്. പെർസെൻറ്റേജ് കുറവാണെന്നേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് സീറ്റുകൾ പലതുണ്ട്. ഈവൻ NRI സീറ്റുകളെ പറ്റി നിങ്ങൾക്ക് അറിയാം, മൈനോറിറ്റി സീറ്റുകളെ പറ്റി അറിയാം. ചില കോളേജുകളിൽ മൈനോറിറ്റി സീറ്റ്, ഇപ്പം മുസ്ലിം ഒരു മാനേജ്മെന്റിന്റെ കീഴിലുള്ള കോളേജുകളിൽ മുസ്ലിം കോട്ടയുണ്ട്, ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിൽ ക്രിസ്ത്യൻ കോട്ടയുണ്ട്, ഹിന്ദുസ് തന്നെ അതിനകത്ത് തന്നെ ഈഴവ സെക്ഷൻ ചില കോളേജുകളിൽ അവിടെ ഇത്ര പെർസെൻറ്റേജ് കോട്ടയുണ്ട്. അപ്പം ഇത്തരത്തിലെ മൈനോറിറ്റി കോട്ട അങ്ങനെയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ കറക്റ്റ് ആയിട്ട് പറയാം, കോഴ്സിനകത്ത് 52 നമ്പർ ഓഫ് കോഴ്സസ് കാണും. ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് ഗവൺമെന്റ്, സെമി ഗവൺമെന്റ്, പ്രൈവറ്റ് എന്ന് പറയുന്ന 3 കാറ്റഗറിയാണ് യൂഷ്വലി ഉണ്ടാവുക. കോട്ടയ്ക്കകത്ത് ഏതൊക്കെ കോട്ടയാണ്? മെറിറ്റ് ലോവർ ഫീസ് എന്ന് പറയുന്നത്, മെറിറ്റ് ഹയർ ഫീസ് എന്ന് പറയുന്നത്, പിന്നെ എന്താണ്, പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ NRI സീറ്റ് ഉണ്ട്, മൈനോറിറ്റി സീറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 4 ഐറ്റം ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതാണ് ഇവിടെ ആദ്യം കറക്റ്റ് കൺട്രോൾ ഇടേണ്ടത്. ഫിൽട്ടർ ഇടാതെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. യാതൊരു ഫിൽട്ടറും ഇടുന്നില്ലെങ്കിൽ എല്ലാ കോഴ്സും എല്ലാ കോളേജസും ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ്ലി നിങ്ങൾക്ക് ഗവൺമെന്റ് മാത്രം മതി എങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് ഗവൺമെന്റ് ഇടുക. മനസ്സിലായോ? പക്ഷെ നിങ്ങൾക്ക് ടോപ്പ് കോളേജസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഗവൺമെന്റ് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഗവൺമെന്റ് കോളേജസിന്റെ റാങ്കിന് ഇടയ്ക്കൂടെ ചില ഗവൺമെന്റ് കൺട്രോൾഡ് കോളേജസ് വരും. ഫോർ എക്സാമ്പിൾ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്, അത് റാങ്ക് 2ഉം 3ഉം 4ലും ഒക്കെ പല റാങ്ക് ലിസ്റ്റുകൾ വരുന്ന ഒരു കോളേജാണ്. വളരെ നല്ലൊരു കോളേജ്, നല്ല പ്ലേസ്മെന്റ് ഉള്ള കോളേജാണ്. സോ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, എല്ലായ്പ്പോഴും ആദ്യം ഗവൺമെന്റ് കോളേജസ് ആണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടതെന്നല്ല. അതിനകത്ത് പ്രോപ്പർ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ റെഫർ ചെയ്യുമ്പോഴത്തേക്കും ചില ഗവൺമെന്റ് കൺട്രോൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ചില പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ചില ഗവൺമെന്റ് കോളേജുകളെക്കാട്ടിലും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫീസ് അഫോർഡബിൾ ആണെങ്കിൽ അത്തരം കോളേജസ് ചൂസ് ചെയ്യുന്നത് ഒരു നല്ല സ്ട്രാറ്റജി തന്നെയാണ്. ഓക്കെ, അപ്പം നിങ്ങളപ്പോൾ ആദ്യം നിങ്ങളുടെ കയ്യിൽ ഒരു ടോപ്പ് കോളേജസിന്റെ ലിസ്റ്റ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോഴ്സിനെ പറ്റി ഐഡിയ ഉള്ള ആൾ, ഇപ്പൊ എനിക്ക് പോകേണ്ട ഇലക്ട്രോണിക്സ് ആണെന്ന് കൃത്യമായ ഐഡിയ ഉണ്ട്, ഞാൻ എല്ലാ കോഴ്സുകളെ പറ്റി മനസ്സിലാക്കി, അപ്പൊ അങ്ങനെ ഒരു വെൽ ഇൻഫോംഡ് ഡിസിഷൻ എടുക്കുകയാണ്. നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് എന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക്സ് എന്ന് കോഴ്സ് യൂസ് കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് ഉള്ള കോളേജുകളും ആ സീറ്റുകളിലേക്ക് മാത്രം നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ മതി. അതല്ല, നിങ്ങൾക്ക് എല്ലായിടത്തും അപ്ലൈ ചെയ്യണം, ഏറ്റവും നല്ലത് കിട്ടണം. മനസ്സിലായില്ല, നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ചത് കിട്ടണം. അപ്പൊ നിങ്ങൾ പ്രത്യേകിച്ച് ഫിൽട്ടർ ഒന്നും ഇല്ലാതെ വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഓൾറെഡി എഴുതി വെച്ചിരിക്കുന്ന ഒരു ഓപ്ഷൻ ലിസ്റ്റ്, ഒരു പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് കോളേജസ് ചൂസ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇവിടെ നിങ്ങൾ ഗവൺമെന്റ് എന്ന് ചൂസ് ചെയ്തെന്ന് വിചാരിക്കാം, എന്നിട്ട് ഇവിടെ കോഴ്സ് കമ്പ്യൂട്ടർ സയൻസ് ചൂസ് ചെയ്തെന്ന് വിചാരിക്കാം. അപ്പൊ കമ്പ്യൂട്ടർ സയൻസ് ഉള്ള എല്ലാ ഗവൺമെന്റ് കോളേജസും നിങ്ങൾക്ക് ഇവിടെ വരും. സീറ്റ് അവിടെ മെറിറ്റിൽ ഓഫീസ് സീറ്റ് മാത്രമേ ഉള്ളൂ, ഗവൺമെന്റ് കോളേജല്ലേ. അപ്പൊ അതിനകത്ത് CET ഉണ്ടാവും. ഏതൊക്കെ ഗവൺമെന്റ് കോളേജ് വേറെ ഉള്ളത്? പിന്നെ തൃശ്ശൂരുണ്ട് അല്ലെ, CET, തൃശ്ശൂർ, TKM, അങ്ങനെയുള്ള കോളേജസുകളെല്ലാം
അവിടെ എൻലിസ്റ്റ് ആവും. ആ കോളേജസ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അത് സെലക്ട് ചെയ്യാം. അപ്പം ഇത് എൻട്രൻസ് കമ്മീഷണർ ലിസ്റ്റാണ്, അദ്ദേഹത്തിന്റെ കയ്യിൽ എല്ലാ കോളേജും എല്ലാ കോഴ്സും ഉണ്ടെന്ന് പറയും. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സാധനം എന്ത് വരും, നിങ്ങളുടെ ബക്കറ്റ് വരും. നിങ്ങളുടെ ബക്കറ്റിൽ ആ പറയുന്ന പർട്ടിക്കുലർ കോഴ്സ് അവിടെ ആഡ് ആവും. അപ്പൊ നിങ്ങളുടെ ബക്കറ്റ് നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ലാസ്റ്റ് ലൈവിൽ പറഞ്ഞിരുന്നു, ആദ്യം ഡ്രീം, മനസ്സിലായില്ലേ? നമ്മുടെ റാങ്കിൽ നമുക്ക് കിട്ടുകയില്ലായിരിക്കും, പക്ഷെ സ്റ്റിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല റാങ്ക് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പോകുമായിരുന്ന, നമുക്ക് സ്വപ്നമായിട്ട് നമ്മൾ വിചാരിക്കുന്ന ഏറ്റവും ടോപ്പ് എന്താണ് ബ്രാഞ്ചസും കോളേജസും നിങ്ങൾ ആദ്യം ഡ്രീം വേണം ആദ്യം ഇടാനായിട്ട്. അപ്പം ഇപ്പുറത്ത് വന്ന് ഡ്രീമുകളെ ആദ്യം എടുത്ത് വിടുക. അപ്പോൾ ഒരു റെഗുലർ സാധാ ഒരു ഒരു മീഡിയം ലെവലിലുള്ള റാങ്കിലുള്ള ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം അവൻ കരുതും എനിക്ക് ഏതായാലും CET കമ്പ്യൂട്ടർ സയൻസ് കിട്ടത്തില്ല. പക്ഷെ ഞാൻ പറയുന്നു നിങ്ങൾ ഡ്രീം ആദ്യം ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് CET കമ്പ്യൂട്ടർ സയൻസ് ആണ് കട്ട് ഓഫ് റാങ്കിങ്ങിൽ ഏറ്റവും ടോപ്പായിട്ട് ലാസ്റ്റ് ഇയറിലൊക്കെ ഫിനിഷ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഗവൺമെന്റ് ആക്കുക, കോഴ്സ് കമ്പ്യൂട്ടർ സയൻസ് ആക്കുക, കോട്ട മെറിറ്റ് സീറ്റ് ആക്കുക. അപ്പോൾ അതിനകത്ത് വരുന്ന ലിസ്റ്റിനകത്ത് എന്തായാലും എന്തൊക്കെ ഉണ്ടാവും, CETയിലെ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടാവും, പിന്നെ തൃശ്ശൂരിലെ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടാവും. അപ്പോൾ ആ ടോപ്പ് കോളേജസിലെയൊക്കെ കമ്പ്യൂട്ടർ സയൻസ് നിങ്ങൾക്ക് ഇവിടെ കമ്പ്യൂട്ടർ സയൻസ് താല്പര്യമുള്ള ആളാണെങ്കിൽ ഇവിടെ എൻലിസ്റ്റ് ചെയ്യാം. ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഈ കോഴ്സിനെ ഇലക്ട്രോണിക്സ് ആക്കുക, മെക്ക് ആണെങ്കിൽ മെക്ക് ആക്കുക, സിവിൽ ആണെങ്കിൽ സിവിൽ ആക്കുക, ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ ആക്കുക. അത് സെലക്ട് ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബക്കറ്റിലേക്ക് ഇത് വരും. ഇനി ഇവിടെ തന്നെ ഞാൻ പറഞ്ഞു ഡ്രീം ആണ് ഫസ്റ്റ്. ഡ്രീം കഴിഞ്ഞ് പ്രാക്ടിക്കലി നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള, നിങ്ങളുടെ റാങ്കിന് സാധ്യതയുള്ള കുറെ കോളേജസും കോഴ്സസും അത് കഴിഞ്ഞ് ആഡ് ചെയ്യാം. അതിനുശേഷം വേഴ്സ് സെനാരിയോ, അതായത് നമുക്ക് മേളിലേക്കാണ് ആഗ്രഹമെങ്കിലും പിന്നെ ഒരു നിവൃത്തി ഇല്ലെങ്കിൽ താഴെയുള്ള ചില കോളേജസും കോഴ്സുകളും നമ്മൾ കിട്ടിയാലും നമ്മൾ പോവും, മനസ്സിലായില്ലേ? അതായത് ഗതി കെട്ടാൽ പുല്ലും തിന്നും എന്ന് പറഞ്ഞതുപോലെ ആ ഒരു അവസ്ഥയിൽ നമ്മൾ തിന്നുന്ന പുല്ല് എന്നുള്ള അവസ്ഥയിൽ നമ്മൾ പോയേക്കാവുന്ന കോളേജുകളും കോഴ്സുകളും വേണമെങ്കിൽ അതിന് താഴെ ആഡ് ചെയ്യാം. അതിന് താഴോട്ട് നമ്മൾ ഒരിക്കലും പോകത്തില്ല എന്ന സാധ്യതയുള്ള കോളേജുകൾ ആഡ് ചെയ്യണ്ട. അത് ആ ഒരു പണിക്ക് പോകണ്ട. ഇത്രയും മിനിമം ആഡ് ചെയ്യുക. ഡ്രീമും പ്രാക്ടിക്കൽ ഓപ്ഷൻസും പിന്നെന്താണ് ഗതി കെട്ടാൽ തിന്നുന്ന സീറ്റുകൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറി കൂടെ ആഡ് ചെയ്ത് വെച്ചേക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രയൽ അലോട്ട്മെന്റിലൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ലെവലിലേക്ക് ഒന്നും ചിലപ്പം കട്ട് ഓഫ് റാങ്ക് എത്തിയെന്ന് വരത്തില്ല. അപ്പം അപ്പോഴും ഒരു അഡ്മിഷൻ ഉണ്ടെന്ന് നമുക്കൊരു ഒരു സമാധാനത്തിന് ഞാൻ ഈ പറഞ്ഞ പോലെ വേസ്റ്റ് എൻഡ് കോളേജസ് നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യാം. ഏറ്റവും മോശം കോളേജ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ ആഗ്രഹം പ്രാക്ടിക്കൽ ലെവലിൽ നിങ്ങൾക്ക് ഇപ്പം എന്താ പറയുക MA കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് കിട്ടും, അല്ലെങ്കിൽ MA കോളേജിൽ മെക്കാനിക്കൽ കിട്ടും. പക്ഷേ സ്റ്റിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒക്കെ കുറേ റാങ്കിങ്ങിൽ ഒരുപാട് താഴെയുള്ള ഒരു പ്രൈവറ്റ് കോളേജ്, ഒരു ടോപ്പ് 25 അല്ലെങ്കിൽ ടോപ്പ് 35 ഒക്കെ വരുന്ന ഒരു പ്രൈവറ്റ് കോളേജിലും നിങ്ങൾ എന്താണ് കമ്പ്യൂട്ടർ സയൻസോ മെക്കാനിക്കലോ ഒക്കെ പോലുള്ള കോഴ്സുകൾ അതിൻ്റെ താഴെ ആഡ് ചെയ്ത് വെച്ചേക്കാം. മനസ്സിലായില്ലേ? ഒരു എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു, വലിയ മഹാത്ഭുതങ്ങളൊക്കെ സംഭവിച്ചൊക്കെ ആണെന്ന് പറഞ്ഞാലും സ്റ്റിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് പഠിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു, ആ സ്ട്രീം നിങ്ങൾ തീരുമാനിച്ചു, ആ കോളേജ് ആണെങ്കിൽ നമ്മുടെ റാങ്ക് ഇത്ര മോശമാണെങ്കിൽ ആ കോളേജിൽ നമ്മൾ പോയി പഠിച്ചേനെ. അങ്ങനെയുള്ള കോളേജസ് നിങ്ങൾക്ക് താഴെ ചൂസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നതെല്ലാം ഇവിടെ ബക്കറ്റ് ലിസ്റ്റ് വരും എന്ന് പറഞ്ഞു, ഡ്രീം ആയിരിക്കണം ടോപ്പ് എന്ന് പറഞ്ഞു, പ്രാക്ടിക്കൽ ഓപ്ഷൻസ് അതിന് ശേഷം എന്ന് പറഞ്ഞു, അതിന് താഴെ വേഴ്സ് സെനാരിയോ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു. ഇവിടെ കിടക്കുന്ന ഈ ലിസ്റ്റിനെ നിങ്ങൾക്ക് എന്താണ് ഓർഡറുകൾ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇവിടെ ഓർഡർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, നോക്കിക്കോണം, ഞാൻ കാണിച്ചു തരാം. നോക്കൂ, കമ്പ്യൂട്ടർ സയൻസ് ഗവൺമെന്റ് കോഴ്സ് ഷെയറിങ് ഗവൺമെന്റ് മെറിറ്റ് സീറ്റ്. അപ്പോൾ ഏതൊക്കെ കോളേജസ് വരുന്നത് നോക്കും. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കിടങ്ങൂർ, ഇതാ ഞാൻ പറഞ്ഞ IHRDയുടെ പോലത്തെ കോളേജ്, കേപ്പിന്റെ ഒക്കെ കോളേജസ് ഒക്കെ ഇവിടെ വരുമെന്ന് പറഞ്ഞു. ഗവൺമെന്റ് എയ്ഡഡ് ആണെങ്കിൽ, സോറി ഇത് ഗവൺമെന്റ് എയ്ഡഡ് ആയി അല്ലേ? നോക്കുക ഇത് കണ്ടോ, 52 ഓപ്ഷൻസ് ഞാൻ പറഞ്ഞു, 52 കോഴ്സസ് ഉണ്ടെന്ന് പറഞ്ഞു. നോക്കൂ ഇവിടെ ഉണ്ടോ, ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് അല്ലെങ്കിൽ പ്രൈവറ്റ് കോട്ട. നമുക്ക് ഗവൺമെന്റ് ലോവർ ഫീസ്, മെറിറ്റ്, ഫുൾ ഫീസ് എന്നൊക്കെ പറയുന്ന ഓപ്ഷൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്ഷൻസ് തന്നെയാണ്, നിങ്ങൾക്ക് ഇതൊക്കെ നോക്കാം. ഉണ്ടോ? അപ്പോൾ ഇതിൽ ഈ ഓപ്ഷൻസ് വെച്ചുകൊണ്ട് അതനുസരിച്ചുള്ള കോളേജസ് ഇവിടെ കാണാം. നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് ആഡ് ചെയ്യും. ഓക്കെ, നോക്കിയേ, ഇപ്പൊ ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജസ് ആണ് കിടങ്ങൂര്, മുട്ടത്തറയൊക്കെ. ഗവൺമെന്റ് കോളേജസ് ആണ് ട്രിവാൻഡ്രം CET, പാലക്കാട് കോളേജ്, തൃശ്ശൂർ ഗവൺമെന്റ് കോളേജ്, കണ്ണൂർ ഗവൺമെന്റ് കോളേജ് ഒക്കെ ഗവൺമെന്റ് ചൂസ് ചെയ്തു, കമ്പ്യൂട്ടർ സയൻസ് യൂസ് ചെയ്തു. കണ്ടോ? അപ്പോൾ ഈ കോമ്പിനേഷൻസിലുള്ള കോളേജസ് ആ ഫിൽട്ടർ ആഡ് ചെയ്യുമ്പോൾ അത് വരും. നമ്മൾ യൂഷ്വലി ആമസോണിലും മിൻട്രയിലും ഒക്കെ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഫിൽട്ടർ ആഡ് ചെയ്യത്തില്ലേ അല്ലേ? അപ്പോൾ അതനുസരിച്ച് ഓരോ ഫിൽട്ടർ അനുസരിച്ചുള്ള, ഇപ്പം ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗിൽ മൈനോറിറ്റി സീറ്റ് ഇല്ല, കണ്ടോ? അങ്ങനെ ഒരു സീറ്റില്ല. പക്ഷേ മെറിറ്റ് ഫുൾ ഫീസ് സീറ്റുകൾ കണ്ടോ, ഇത് ഫുൾ ഫീസാണ്. ഇത് ഞാൻ പറഞ്ഞ ലോവർ ഫീസ് അല്ല, അതിനേക്കാളും കുറച്ച് കൂടുതൽ ഫീസ് വരുന്ന കോളേജ്. കണ്ടോ, കിടങ്ങൂര്, മുട്ടത്തറ, പത്തനാപുരം, പെരുമൺ കോളേജുകളിലൊക്കെ ഹയർ ഫീസ് ഉണ്ട്. അപ്പോൾ ലോവർ ഫീസിലും ഹയർ ഫീസിലും സെയിം സീറ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ ഇവിടെ ആഡ് ചെയ്യാനായിട്ട് എൻട്രൻസ് കമ്മീഷണർ ബക്കറ്റിൽ നിന്ന് ഇങ്ങനെ ഫിൽട്ടർ ചെയ്യുന്നത് പോലെ തന്നെ വൺസ് നിങ്ങൾ ഇവിടെ ഓപ്ഷൻ കൊടുത്തതിന് ശേഷവും ഇവിടെ എന്തുണ്ട്, ഇവിടെയും ഫിൽട്ടർ ഉണ്ട്.
അതായത് നിങ്ങളുടെ ബക്കറ്റിലും ഫിൽറ്റർ ഉണ്ട്. നിങ്ങൾ എല്ലാം ആഡ് ചെയ്തു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഗവൺമെന്റ് ഏതൊക്കെ ആഡ് ചെയ്തു, അല്ല കമ്പ്യൂട്ടർ സയൻസ് കോഴ്സ് ഏതൊക്കെ ആഡ് ചെയ്തു എന്നൊക്കെ ഇവിടെയും അതേ ഫിൽറ്ററിൽ ഇവിടെയും വർക്ക് ചെയ്യും. മനസ്സിലായോ? ലോവർ ഫീസിൽ എത്ര ആഡ് ചെയ്തു, ഹയർ ഫീസിന്റെ എത്ര ആഡ് ചെയ്യുന്നൊക്കെ നിങ്ങൾക്ക് ഈ ഫിൽറ്റർ നിങ്ങളുടെ ബക്കറ്റിൽ അപ്ലൈ ചെയ്തിട്ടും അതും നിങ്ങൾക്ക് നോക്കാം. നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ പുതിയ പുതിയ കോളേജസ് വരുന്നുണ്ടോ? CET കമ്പ്യൂട്ടർ സയൻസ് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തു, അത് കഴിഞ്ഞ് തൃശ്ശൂർ കമ്പ്യൂട്ടർ സയൻസ് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് TK കമ്പ്യൂട്ടർ സയൻസ് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് CET ഇലക്ട്രോണിക്സ് കൊടുത്തു. കണ്ടോ? അപ്പൊ ഇതിനകത്ത് വീണ്ടും മൂവ് ടു ഓപ്ഷൻ ഉണ്ട്. ഇത് മേളിലേക്ക് കൊണ്ടുപോകാം, താഴേക്ക് കൊണ്ടുപോകാം, ഈ ഓർഡറുകളെ മാറ്റാം, ഡിലീറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ഇത്തരത്തില് എൻട്രൻസ് കമ്മീഷണറുടെ ലിസ്റ്റിൽ നിന്ന് അങ്ങോട്ട് കുറെ സാധനം നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഡ്രീം, പ്രാക്ടിക്കൽ, വേഴ്സനാരിയോ ബേസിസിൽ പ്രയോറിറ്റിയിൽ ഓർഡറിൽ നിങ്ങൾ ഇവിടെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് നിങ്ങൾ അതിന്റെ ഓർഡറിനെയൊക്കെ അല്പം അങ്ങോട്ട് കയറ്റിയും താഴോട്ടൊക്കെ നിങ്ങളുടെ വീടിനടുത്തുള്ള കോളേജ്, നല്ല കോളേജ് അല്ലെ, പല 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 ക്രൈറ്റീരിയ, ഡിസിഷൻ മേക്കിംഗ് ഒരു പാറ്റേൺ അതിനകത്ത് വരും. പലരോട് അഭിപ്രായം ചോദിക്കും, പല രീതിയിൽ നിങ്ങൾ അതിനെ കാറ്റഗറൈസ് ചെയ്യും, പ്രയോറിറ്റൈസ് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് അല്ലെ വൺസ് അലോട്ട്മെന്റ് സെറ്റ് ചെയ്തു, ട്രയൽ അലോട്ട്മെന്റ് വന്നു, ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു, അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ലിസ്റ്റിലുള്ള ഒരു കോളേജ് കിട്ടും. ആ കിട്ടുമ്പോൾ വൺസ് ഒരു കോളേജ് ഇപ്പം ഈ TKM കിട്ടിയെങ്കിൽ ആ TKM എന്ന് പറയുന്നത് നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടിയാൽ 3-ന് താഴോട്ട് എത്ര ഓപ്ഷൻ ഉണ്ടെങ്കിലും ആ ഫസ്റ്റ് അലോട്ട്മെന്റിൽ 3 കിട്ടുന്നതെങ്കിൽ താഴത്തെ എല്ലാം എന്ത് സംഭവിക്കും? ഡിലീറ്റ് ആയി പോകും. പിന്നെ മേളിലുള്ള ഓപ്ഷൻസിനെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ അതിലേതിനെയൊക്കെ ഡിലീറ്റ് ചെയ്യാനോ പിന്നെയുള്ള ഓപ്ഷൻ ഉള്ളൂ. വളരെ റെയർ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം, ഈ ഫസ്റ്റ് അലോട്ട്മെന്റിനും സെക്കൻഡ് അലോട്ട്മെന്റിനും ഇടയ്ക്ക് ഏതെങ്കിലുമൊക്കെ കോഴ്സിന് ഗവൺമെന്റ് സാങ്ഷൻ കൊടുത്തുവെങ്കിൽ ആ പുതിയ കോഴ്സുകൾ വന്നല്ലോ, ആ കോഴ്സുകൾ മാത്രമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം മേളിൽ. അങ്ങനെ ഒരു സാധ്യത, ഒരു പ്രൊവിഷൻ വേണമെങ്കിൽ ആ സ്റ്റേജിൽ വരാം. അല്ലാത്ത പക്ഷം ഏതെങ്കിലും അലോട്ട്മെന്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നമ്പർ കോളേജ് ഇതാണ് സെറ്റ് ആയതെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ കോളേജ് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയത് TKM കൊല്ലത്തിൽ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ അതിന് താഴെയുള്ള എല്ലാം ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവും. കാരണം എന്താ? നിങ്ങളെ എൻട്രൻസ് കമ്മീഷനോട് ചോദിച്ചത് എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുമെങ്കിൽ ഇത് താ എന്ന് നിങ്ങൾ ആദ്യം വെച്ചു. അപ്പം നിങ്ങൾക്ക് ഇത് തരാൻ പറ്റുമോ എന്നായിരിക്കും എൻട്രൻസ് കമ്മീഷൻ ആദ്യം നോക്കുന്നത്. അത് തരാൻ പറ്റില്ല എങ്കിൽ കമ്മീഷണർ അടുത്ത് നോക്കും, എന്നിട്ട് ഇത് നോക്കും, ഇത് തരാൻ പറ്റുമോ നോക്കും. ഇത് തരാൻ പറ്റുമെങ്കിൽ അത് തരും, ഇല്ലെങ്കിലോ അടുത്തതിലേക്ക് പോകും. അടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഓക്കെ ഇവിടെ തരാൻ പറ്റുന്നുണ്ട്, ഇത് രണ്ട് നിങ്ങളെക്കാട്ടിലും റാങ്ക് ഉള്ളവർക്ക് കൊടുത്തുപോയി, ആ സീറ്റുകൾ തീർന്നു പോയെങ്കിൽ TKM വന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അത് തരും. താഴത്തെ എല്ലാം ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവും. ഇനി ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റും ഒക്കെ വരുമ്പോൾ മേളിലത്തെ ഓപ്ഷനുകളെ സാധാരണഗതിക്ക് മേളിലത്തെ ഓപ്ഷനുകളെ റീഅറേഞ്ച് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ മാത്രമേ പറ്റാറുള്ളൂ. ഓക്കെ, ചിലപ്പോഴാണെങ്കിൽ തേർഡ് അലോട്ട്മെന്റ് എത്തുന്ന സമയത്ത് വേക്കൻ്റ് ഉള്ള സീറ്റ് അനുസരിച്ച് വേണമെങ്കിൽ ആഡ് ചെയ്തോളാനൊക്കെ ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വരാം. ഓക്കെ, അപ്പൊ ആ ഒരു സെനാരിയോ ഉണ്ട്. അതൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്ന അനുസരിച്ച് നമ്മൾ നിങ്ങളെ അറിയിക്കും, കൃത്യമായിട്ട് അറിയിക്കും. നിങ്ങൾ അതിലൊന്നും പേടിക്കണ്ട. അപ്പൊ ജനറൽ സെൻസിൽ ഈ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്, വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. അതൊരു മിസ്റ്ററി ആയിട്ട് ഒരു ഇരുന്ന് കഴിഞ്ഞാൽ അല്ലെ, അങ്ങനെ ഒരു സംഭവമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് മൊമെന്റ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ വെറുതെ ഒരു പാനിക് ആവേണ്ട ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത് നേരത്തെ പറഞ്ഞു തരുന്നത്. ജനറൽ ഐഡിയ ആണിത്. അപ്പോൾ എൻട്രൻസ് കമ്മീഷണറുടെ ബക്കറ്റുകളിൽ നിന്ന് നമ്മൾ മിന്ത്രയിലും ആമസോണിലും ഒക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്ന പോലെ ഇങ്ങനെ ഫിൽട്ടർ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന കോളേജുകൾ കണ്ട ജനറലി എന്താണ് ഗവൺമെന്റ് കോളേജസ് ആയിരിക്കും നിങ്ങൾ ആദ്യം എടുക്കുക. അത് ഫേവറേറ്റ്സ്, അത് ഇവിടെ കൊണ്ടുവന്നിടും ഫേവറേറ്റ് കോഴ്സസ്. അപ്പോൾ കോഴ്സ് ട്രെൻഡ് അനുസരിച്ച് യൂഷ്വലി ഇപ്പം ടോപ്പ് ട്രെൻഡും ഡിമാൻഡും കമ്പ്യൂട്ടർ സയൻസ് ആണ്. പക്ഷേ കമ്പ്യൂട്ടർ സയൻസ് എല്ലാവരും കമ്പ്യൂട്ടർ സയൻസിലേക്ക് പോകുമ്പോൾ തൊഴിലവസരങ്ങൾ ഉണ്ടാവുമോ 4 years ഡൗൺ ദ ലൈൻ? അത്തരം സംശയങ്ങളൊക്കെ ചിന്തിക്കുന്നവരും അല്ലെങ്കിൽ സർക്യൂട്ട് ബ്രാഞ്ചസിനോടൊക്കെ താല്പര്യമുള്ള ഇലക്ട്രിക്കലിലേക്കൊക്കെ പോകുന്നവരുണ്ട്. ഫിസിക്കൽ സയൻസിനോട് താല്പര്യമുള്ള സിവിൽ മെക്കാനിക്കലിലേക്ക്, ഇൻഫ്രാസ്ട്രക്ചർ ഡിസൈനിലേക്കൊക്കെ പോകാൻ താല്പര്യമുള്ളവർ സിവിൽ മെക്കാനിക്കലിലേക്ക് പോകും. അപ്പം ഈ കോഴ്സ് എന്നൊക്കെ പറയുന്നത് വളരെ ആലോചിച്ച് ചിന്തിച്ചെടുക്കേണ്ട ഡിസിഷനാണ്. നമ്മുടെ ലൈവ് സെഷൻസ് ഒരുപാട് വരുന്നുണ്ട്. നിങ്ങൾ ഓരോ ദിവസവും അതിനുവേണ്ടി വളരെ സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻസ് എക്സ്പേർട്സും ഒക്കെ ആയിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സിവിൽ എഞ്ചിനീയറിംഗ്, എന്താണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, എന്തിനത് പഠിക്കണം. പഠിക്കുകയാണെങ്കിൽ 4 വർഷം അവിടെ ചെല്ലുമ്പോൾ ഏതൊക്കെ സബ്ജക്ട്സ് ആയിരിക്കും പഠിക്കുക, അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, മുന്നോട്ട് എന്തൊക്കെ അതിനകത്ത് ഫ്യൂച്ചർ സ്കോപ്പുകളുണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കഷൻ ഉണ്ട്. ഡിസ്കഷൻസ് പ്രോപ്പർലി കേട്ടിട്ട് ഒരു നല്ല തീരുമാനത്തിലേക്ക് വരിക. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ ഒരു കോഴ്സ് ഫിക്സ് ചെയ്യരുത്. കോളേജസ് ആണെങ്കിലും വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതല്ല, കൃത്യമായിട്ടുള്ള പ്രോപ്പർ പാരാമീറ്റേഴ്സ് വെച്ചുകൊണ്ടുള്ള സ്റ്റഡീസ് തന്നെ ആവശ്യമാണ്. പാസ് പെർസെൻറ്റേജ് വെച്ചുകൊണ്ടുള്ള കമ്പാരിസൺ ആവശ്യമാണ്. എക്സ്പോഷർ, പ്ലേസ്മെന്റ്സ്, ഫാക്കൽറ്റി ക്വാളിഫിക്കേഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി പാരാമീറ്റേഴ്സ് വരണം. അപ്പൊ അത്തരത്തിലൊരു വെൽ ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് നിന്നുകൊണ്ട് വേണം ഡിസിഷൻസ് എടുക്കാനായിട്ട്, പ്രയോറിറ്റി സെറ്റ് ചെയ്യാനായിട്ട്, ഇവിടെ കൊടുക്കുന്ന റാങ്കിങ് നിങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട്. അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടുക എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ കൊടുക്കുന്ന അനുസരിച്ച്. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഇവിടെ കോളേജസ്
ഇവിടെ മൂവ് ടു ഡിലീറ്റ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രയോറിറ്റി നിങ്ങൾ വൺസ് ഇവിടെ എങ്ങനെയൊക്കെ ആഡ് ചെയ്താലും ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ മാറ്റാം. ഓക്കെ, ഇവിടുന്ന് ആദ്യം ആഡ് ചെയ്യുന്നത് ഇവിടെ ആദ്യം വന്ന് കിടക്കും, ശരിയാണ്. രണ്ടാമത് ആഡ് ചെയ്യുന്നത് രണ്ടാമത് വന്ന് കിടക്കും. പക്ഷെ വീണ്ടും രണ്ടിനെ വേണം ഒന്നാക്കുക, ഒന്നിനെ വേണം രണ്ടാക്കുക ഒക്കെ ചെയ്യാം. പക്ഷെ സാധാരണ ഒരു ജനറൽ റാങ്കിങ് ഫോളോ ചെയ്ത് അവിടുന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കറക്റ്റ് റാങ്കിങ് തന്നെ വരുമല്ലോ. പിന്നീട് അതിന് താഴെ എന്നുള്ളതിനെ മേളിൽ എടുത്തു പോയി വെക്കുക എന്ന് പറയുന്നത് ലോജിക്കലി കറക്റ്റ് ആയിരിക്കത്തില്ല. കാരണം ടോപ്പ് കോളേജും ടോപ്പ് കോഴ്സും ആയിരിക്കും നിങ്ങൾ ആദ്യം ആഡ് ചെയ്യുക, അല്ലെ? അവിടുന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചായിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യാം. അപ്പൊ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ പല രീതിയിൽ പല ഫിൽട്ടറൊക്കെ അപ്ലൈ ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞു മോഡൽ എഞ്ചിനീയറിംഗ് പോലത്തെ കോളേജുകളൊക്കെ അതൊക്കെയാണ് ക്രിട്ടിക്കൽ വരിക. യൂഷ്വലി കഴിഞ്ഞ തവണ എനിക്ക് പലരും ഓപ്ഷൻ ലിസ്റ്റ് അയച്ചു തന്നിട്ട് സാറേ എന്തെങ്കിലും വിട്ടുപോയെന്ന് ഒന്ന് നോക്കി പറഞ്ഞുതരാമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം നോക്കുന്നത് മോഡലാണ്. കാരണം പലരും ആദ്യം ഇവിടെ ഏതാണ്ട് ഈ ഗവൺമെന്റ് കോളേജസ് ഇവിടെ ചെക്ക് ചെയ്യും, മനസ്സിലായി? ഏതാണ്ട് ഗവൺമെന്റ് എയ്ഡഡ് ഈ ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്യും. ഈ ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്തിട്ട് അവർ കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, സിവിൽ, മെക്കാനിക്കൽ എല്ലാ ബ്രാഞ്ചസും ഗവൺമെന്റ് എയ്ഡഡിനും എല്ലാം ഇവിടെ കറക്റ്റ് ഓർഡറിൽ ആഡ് ചെയ്യും. ഓക്കെ, യൂഷ്വലി എന്ന് വെച്ചാൽ പൈസ അഫോർഡബിൾ അല്ല, അതുകൊണ്ട് ആ കാരണങ്ങൾ കൊണ്ട് അവർ ഗവൺമെന്റ് വിട്ടൊരു കളിയുമില്ല, വേറെ ഒന്നും ആഡ് ചെയ്തില്ല. അല്ല, അവർക്ക് ടോപ്പ് കോളേജസ് മാത്രം മതി, നല്ല റാങ്ക് ഉണ്ടായിരിക്കാം. പക്ഷെ അപ്പം വളരെ ഗുരുതരമായ ഒരു മിസ്റ്റേക്കാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലെ ഫീസ് അല്പം കൂടുതലാണ്, ശരിയാണ്. പക്ഷെ സ്റ്റിൽ മോഡലിൽ വളരെ നല്ല പ്ലേസ്മെന്റ്സ് ഉണ്ട്. ലോങ് റണ്ണിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ പ്ലേസ്മെന്റ് ശരിക്കും പറഞ്ഞാൽ അത് വേർത്താണ്, അല്ലെ? നല്ല പ്ലേസ്മെന്റ്സ് ഉള്ള ഒരു കോളേജ് പഠിക്കുന്നത് വേർത്താണ്. അപ്പോൾ അത് കോളേജിന്റെ ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കളയുന്നത് അതൊരു നഷ്ടമായിട്ട് ചിലപ്പോൾ ഒരു റിഗ്രറ്റ് ആയിട്ട് പിന്നീട് വെളിവായെന്ന് വരാം. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ 4 വർഷത്തേത് ചെറിയ ഒരു ഫീസ് കൂടുതലുണ്ടെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് തന്നെ അതിനെ കണക്കാക്കാം. കാരണം നല്ല പ്ലേസ്മെന്റ്, നിങ്ങൾ നന്നായിട്ട് പഠിച്ച് ഉത്തരവാദിത്തത്തോടെ പഠിച്ച് പാസ്സാകുന്ന കുട്ടികളാണെങ്കിൽ നല്ല വിജയ ശതമാനവും നല്ല പാസ് പെർസെന്റേജും നല്ല പ്ലേസ്മെന്റും ഒക്കെ ഉള്ള കോളേജിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല സാധ്യതകളുണ്ട്. ഓക്കെ, അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ അത്തരം കോളേജസ് മിസ് ചെയ്യാതിരിക്കുക. ടോപ്പ് റാങ്കിങ്ങിൽ വരുന്ന നല്ല കോഴ്സുകൾ ഒക്കെ ഇവിടെ ആഡ് ചെയ്യുക, അതിനെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യുക. അതായത് വരുന്ന അലോട്ട്മെന്റ്സ് കൃത്യമായിട്ട് നിങ്ങളതിൽ ഭാഗമാവുക. ഏത് അലോട്ട്മെന്റിലാണോ ഓപ്ഷൻസ് കിട്ടുന്നത് അതനുസരിച്ച് ആ ഓപ്ഷൻ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം എന്നുള്ള നടപടികൾ ആ സമയത്ത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു തരും. ഇത് കിട്ടുന്ന കോളേജ് അത് കൺഫർമേഷൻ കൊടുക്കുന്ന കാര്യങ്ങളും ഫീസ് അടയ്ക്കുന്ന കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരും. സോ ക്രക്സ് ഓഫ് ദിസ് വീഡിയോ നിങ്ങൾ മനസ്സിലാക്കാം. ഞാൻ ഓർമ്മയുണ്ടോ, ഞാൻ പ്രൊഫൈലിൽ വന്ന് കയറിയത് CGOV.in അല്ലെ, CE.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വന്നു. ആ വെബ്സൈറ്റ് വന്നിട്ട് നിങ്ങളുടെ പാസ്വേഡും എല്ലാം എൻ്റർ ചെയ്തു. ആദ്യം ഒരു തുക അടച്ചു, പൈസ അടച്ചിട്ട് അതിനുശേഷം ഇങ്ങനൊരു പ്രൊഫൈൽ, ഇങ്ങനൊരു ഇന്റർഫേസിലേക്ക് വന്നു. ഒരു സൈഡിൽ എൻട്രൻസ് കമ്മീഷണറുടെ ബക്കറ്റാണ്. അവിടെ നിന്ന് നമുക്ക് ഉചിതമായ കോഴ്സുകൾ, കോളേജസ് ഒക്കെ വലതുവശത്ത് നമ്മുടെ ബക്കറ്റിലേക്ക് ആഡ് ചെയ്തു. അതിനെ പ്രോപ്പർലി അറേഞ്ച് ചെയ്തു, കറക്റ്റ് ഓർഡർ സെറ്റ് ചെയ്തു. വൺസ് ദാറ്റ്സ് ഡൺ, നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഓപ്ഷൻ ലിസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇനി ഏത് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം എന്നുള്ളത് ഇറ്റ്സ് ആക്ച്വലി എ കേസ് ടു കേസ് ഡിസിഷൻ. അല്ലാതെ എല്ലാവർക്കും ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ഇല്ല, എല്ലാവർക്കും ശരിയായിട്ടുള്ള ഒരു ഒറ്റ ലിസ്റ്റ് ഇല്ല, മനസ്സിലായി? അപ്പൊ ഇതിനകത്ത് ഒത്തിരി ആലോചനകൾ ആവശ്യമാണ്. കോളേജുകളൊക്കെ ബൾക്കായിട്ട് പല ബാച്ചസ് ആയിട്ട് നിങ്ങൾ തിരിച്ചിടണം. ടോപ്പ് കോളേജസ് കുറച്ചുണ്ട്, അല്ലെ? CET, തൃശ്ശൂർ, മോഡല് ഒക്കെ, അങ്ങനെ TKM പോലെയുള്ള ഒരു ബാച്ച് മേളിലുണ്ട്. അവിടുത്തെ കോഴ്സ് നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്ന കോഴ്സസ്, അതിന്റെ കോമ്പിനേഷൻസ് നിങ്ങൾ ആദ്യം ആഡ് ചെയ്യണം, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് വരുന്ന ഒരു സെറ്റ് ഓഫ് കോളേജസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ MA കോളേജും ബാർട്ടൺ ഹില്ലും മാർത്തനേഷ്യസ് കോളേജും പോലെയുള്ള കോളേജുകളുണ്ട്, അല്ലെ? അപ്പൊ അത്തരം കോളേജസ് അത് കഴിഞ്ഞ് വരും. അപ്പൊ ഇത് അങ്ങനെ ആ ഒരു ഗ്രൂപ്പിൽ വരുന്നത്. അപ്പൊ ആ ഗ്രൂപ്പിൽ തന്നെ ഏത് ആദ്യം വെക്കണം? അത് അങ്ങനെ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സെയിം പാസ് പെർസെന്റേജും പ്ലേസ്മെന്റ്സും ഒക്കെ വരുന്ന കോളേജസ്, ഇപ്പം MA കോളേജും RIT ഒക്കെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമിലർ ആണ്. ബാർട്ടൺ ഹില്ലും ഒക്കെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമിലർ ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് പിന്നീട് മറ്റ് പാരാമീറ്റേഴ്സിനെ പറ്റി ആലോചിക്കണം. നമുക്ക് പോയി വരാൻ എളുപ്പമുള്ളതും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളും ആലോചിക്കാം. അല്ലെ, ഏറ്റവും ലേറ്റസ്റ്റ് പ്ലേസ്മെന്റ് നിങ്ങൾ നോക്കാം. കോളേജിന്റെ ഒരു ഗ്രോത്തും ഫാക്കൽറ്റിയുടെ ഒക്കെ പെർഫോമൻസും ഒക്കെ നിങ്ങൾക്ക് പല രീതിയിൽ അറിയാം. അപ്പൊ ഇതെല്ലാം കൂടെ നോക്കിയിട്ട് പിന്നീട് അടുത്ത ഡിസിഷനിലേക്ക് വരണം. അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു നല്ല അലോട്ട്മെന്റ് ലിസ്റ്റ് ഉണ്ടാക്കുക, തീരുമാനം എടുക്കുക. ഇത്തരത്തില് എൻട്രൻസ് കമ്മീഷണർ വിൽക്കാൻ വെച്ചിരിക്കുന്ന കോഴ്സുകളും, അല്ലെ, സീറ്റുകളും ഒക്കെ നമ്മൾ നോക്കി നമ്മുടെ ബക്കറ്റിൽ കൃത്യമായി അടുക്കി വെക്കുന്നു. ഒരു നല്ല ഭാവി, ഒരു നല്ല കോഴ്സ്, ഒരു നല്ല കോളേജ്, നല്ലൊരു ക്യാമ്പസ് ലൈഫ്, നല്ലൊരു കരിയർ. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് കാണുന്ന എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ചാർലസ് ലിയോ ഫ്രം M Sigma ഗോകുലം. താങ്ക് യു.